PDF നമ്മുടെ മൊബൈൽ ഫോണുകളിൽ എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം എന്നതിനെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ. അതിനായി നമ്മുടെ ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ ലഭ്യമാകുന്ന ഒരു ആൻഡ്രോയിഡ് ആപ്പാണ് WPS ഓഫീസ് ഡൗൺലോഡ് ചെയ്യുക. തുടർന്ന് ഓപ്പൺ ആക്കുക. ഇതാണ് WPS ഓഫീസിൻ്റെ മെയിൻ പേജ്. തുടർന്ന് താഴായി കാണുന്ന പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്ത ശേഷം നമുക്ക് ലഭ്യമാകുന്നു ഡോക്യുമെൻറ്റ്, പ്രസൻറ്റേഷൻ, സ്പ്രെഡ്ഷീറ്റ്, PDF, മെമ്മോ, സ്കാനർ. PDFകൾ നിർമ്മിക്കുവാൻ ധാരാളം ആപ്ലിക്കേഷനുകൾ പ്ലേ സ്റ്റോറിൽ ലഭ്യമാണ്. എന്നാലും നമുക്ക് ഏറ്റവും അനുയോജ്യമായ ഒന്നാണ് WPS ഓഫീസ്. ഡോക്യുമെൻ്ററികളിൽ പലതരത്തിലുള്ള ആപ്ലിക്കേഷനുകൾ നിർമ്മിക്കാനും ഇത് സഹായമാകുന്നു. അതുകൊണ്ട് തന്നെയാണ് WPS ഓഫീസ് തന്നെ ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നത്. പലതരത്തിലുള്ള നിരവധി ഫീച്ചറുകൾ നമുക്കിതിൽ ലഭ്യമാകുന്നതാണ്. അപ്പോൾ നമുക്ക് ഇതിലെങ്ങനെ ഒരു PDF നിർമ്മിക്കാം എന്ന് പഠിക്കാം. പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്ത ശേഷം ലഭിക്കുന്നതിൽ നിന്ന് PDF ക്രിയേറ്റർ സെലക്ട് ചെയ്യുക. നിങ്ങൾക്ക് എന്ത് തരത്തിലുള്ള PDF ആണ് വേണ്ടത് എന്നത് സെലക്ട് ചെയ്യുക. ഡോക്യുമെൻറ്റ് PDF, പിക്ചർ PDF, സ്കാൻ ഡോക്യുമെൻറ്റ് PDF, വെബ് ടു പേജ് PDF. പ്രസൻറ്റേഷൻ സെലക്ട് ചെയ്യുക. മറ്റൊരു തരത്തിലുള്ള PDF ക്രിയേറ്റ് ആക്കാൻ പ്രസൻറ്റേഷൻ നമുക്ക് സഹായമാണ്. ഇതിൽ നിന്ന് മുകളിലേക്ക് കാണുന്ന പ്ലസ് ഉള്ള ചതുരചിഹ്നം ക്ലിക്ക് ചെയ്യുക. തുടർന്ന് ഓപ്പണായി വരുന്ന പേജിൽ ഡബിൾ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് എന്താണ് ടൈപ്പ് ചെയ്യേണ്ടത് അത് ടൈപ്പ് ചെയ്യുക. നമ്മളിപ്പോൾ നമ്മുടെ ചാനലിൻ്റെ പേര് ടൈപ്പ് ചെയ്യുന്നു. ഇത് എത്ര പേജ് വേണമെങ്കിലും നമ്മൾ ക്രിയേറ്റ് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ ഇത് മെയിൻ പേജായിട്ട് നമുക്ക് എടുക്കാം. ഇപ്പോൾ നമുക്ക് ഇവിടെ ഒരു പിക്ചറാണ് ആഡ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ പിക്ചർ എവിടെ ആഡ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അവിടെ ക്ലിക്ക് ചെയ്ത ശേഷം താഴെ കാണുന്ന പിക്ചർ എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. തുടർന്ന് വരുന്നതിൽ നിന്നും ലഭ്യമായ ഒരു പിക്ചർ സെലക്ട് ചെയ്യുക. ഓക്കെ കൊടുക്കുക. ഇത് നമ്മുടെ വെബ് പേജിലേക്ക് വരുന്നതാണ്. ഇതിൽ ക്രമീകരണങ്ങൾ നമുക്ക് വരുത്താവുന്നതാണ്. അനുസരിച്ചുള്ള ക്രമീകരണങ്ങൾ വരുത്താവുന്നതാണ്. പിക്ചർ ഏത് സൈസിൽ വേണമെങ്കിലും ആക്കാം. ഇത് PDFൻ്റെ മെയിൻ പേജായി തിരഞ്ഞെടുക്കാം. രണ്ടാമതായൊരു പേജ് അതിന് തന്നെ ക്രിയേറ്റ് ആക്കണമെങ്കിൽ താഴെ കാണുന്ന പ്ലസ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. തുടർന്ന് വരുന്ന പേജ് എങ്ങനെ വേണമെന്ന് തിരഞ്ഞെടുക്കുക. ഇഷ്ടമുള്ളൊരു പേജ് തിരഞ്ഞെടുക്കുക. ഇവിടെ നമ്മൾ സൈഡ് ടൈപ്പ് ചെയ്യുന്നില്ല, പിക്ചറുകളാണ് ചേർക്കുന്നത്. ലഭ്യമായ കുറേ പിക്ചറുകൾ നമ്മളവിടെ ചേർക്കുകയാണ്. ഒരു പേജിൽ ഒന്നോ അതിലധികമോ പിക്ചറുകൾ ചേർക്കാവുന്നതാണ്. അത് അഡ്ജസ്റ്റ് ചെയ്ത് വയ്ക്കാവുന്നതാണ്. ഇപ്പോൾ നമ്മൾ 2 പേജുള്ള PDF ആണ് തയ്യാറാക്കുന്നത്. ഇനി നമുക്ക് മെയിൻ പേജിലേക്ക് തിരിച്ചു വരാൻ അതിൽ ക്ലിക്ക് ചെയ്ത ശേഷം മെയിൻ പേജിലേക്ക് തിരിച്ചു വരുന്നു. ഇപ്പോൾ നമ്മുടെ ലെറ്ററിൻ്റെ സൈസ് ക്രമീകരിക്കാം. താഴെ കാണുന്ന പ്ലസ് ക്യാപിറ്റൽ A ക്ലിക്ക് ചെയ്യുമ്പോൾ സൈസ് വർദ്ധിക്കുന്നതാണ്.
മൈനസ് ക്യാപിറ്റൽ എ ക്ലിക്ക് ചെയ്യുമ്പോൾ സൈസ് കുറയുന്നതാണ്. നമുക്ക് ഇതിന് ലെറ്റേഴ്സ് കട്ടിയുള്ളതാക്കുവാൻ ബി ടൈപ്പ് ക്ലിക്ക് ചെയ്താൽ ലെറ്റർ കട്ടിയുള്ളതാകുന്നതായി കാണാം. നമുക്കിനി കളർ കൊടുക്കണമെങ്കിൽ അറ്റവശം കാണുന്ന എ എന്ന് ക്ലിക്ക് ചെയ്യുക. വിവിധ തരം കളറുകൾ നമുക്ക് ലഭ്യമാകുന്നതാണ്. ലെറ്ററിൻ്റെ കളർ ഇഷ്ടാനുസരണം മാറ്റാവുന്നതാണ്. നമ്മുടെ PDF എത്ര പേജ് വേണമെങ്കിലും സൃഷ്ടിക്കാവുന്നതാണ്. അതിനുശേഷം ഡൺ കൊടുക്കുക. നമ്മുടെ PDF ഒന്ന് പ്ലേ ആക്കാം. ഇതാണ് നമ്മുടെ PDF. സ്ക്രീൻ ടച്ച് ചെയ്യുമ്പോൾ വരുന്നതാണ്. ഇത്തരത്തിൽ നമുക്കൊരു PDF ക്രിയേറ്റായി വരുന്നതാണ്. ബാക്ക് അടിക്കുമ്പോൾ സേവ്, ക്യാൻസൽ, ഡിസ്ക്രൈബ് എന്ന് വരുന്നതാണ്. നിന്ന് സേവ് സെലക്ട് ചെയ്യുക. തുടർന്ന് മൈ ഡോക്യുമെൻറ്റ് സെലക്ട് ചെയ്യുക. താഴെ കാണുന്ന ഇഷ്ടമുള്ളൊരു പേര് ടൈപ്പ് ചെയ്ത ശേഷം സേവ് ചെയ്യുക. ആ ഫയൽ നമ്മളവിടെ സേവായി കിടക്കുന്നതായി കാണാം. ഓപ്പൺ ചെയ്യുക. പിന്നീട് ആവശ്യമുള്ള രീതിയിൽ എഡിറ്റ് കൊടുത്ത് മാറ്റങ്ങൾ വരുത്താവുന്നതാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക.